നമ്മൾ കൊച്ചിയിലേക്കാണ് ആദ്യം പോകുന്നത്. ഇവിടെ നഗരത്തിൽ തന്നെ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ടൗൺ ഹാളിനോട് ചേർന്നുള്ള ഫർണിച്ചർ കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. സമീപത്തെ പെട്രോൾ പമ്പുകൾ ഉള്ളത് ഇപ്പോൾ ആശങ്കയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അലി അക്ബർ ഷായുണ്ട്. അലി, എന്താണ് സംഭവിച്ചത്? വലിയ തീപിടുത്തമാണോ? വിനീത, പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഈ തീപിടുത്തമുണ്ടായത്. ടൗൺ ഹാളിനോട് സമീപത്തുള്ള യൂസ്ഡ് ഫർണിച്ചർ വിൽക്കുന്ന ഒരു കടയ്ക്കാണ് ഈ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. വലിയ തീപിടുത്തം തന്നെയായിരുന്നു. രാത്രിയിൽ ചെറിയ മഴയുണ്ടായിരുന്നെങ്കിലും ഈ പുലർച്ചയോടുകൂടി മഴയൊക്കെ നിന്നിരുന്നു. അതുകൊണ്ട് തന്നെ തീ വലിയ രീതിയിൽ ആളിപ്പടരുന്ന സാഹചര്യമുണ്ടായി. 7ഓളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ കെടുത്താനുള്ള ശ്രമം നടത്തിയത് എന്ന് പറയാം. ഇത് ഏറ്റവും ആശങ്കയുണ്ടാക്കിയ കാര്യം ഇതിനോട് ചേർന്ന് ഈ ഹോട്ടൽ സമുച്ചയങ്ങളും അതുപോലെ തന്നെ പെട്രോൾ പമ്പുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 3ഓളം പെട്രോൾ പമ്പുകളാണ് ഈ തീപിടുത്തമുണ്ടായ കടയ്ക്ക് സമീപത്ത് ഈ ടൗൺ ഹാളിന്റെ പരിസര പ്രദേശങ്ങളിലായി ഉള്ളത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടായിരുന്നു. ഉടൻ തന്നെ ഈ ഇതിന്റെ തൊട്ടടുത്ത് സമീപത്തുണ്ടായിരുന്ന വീട്ടിൽ നിന്നുമുള്ള ആളുകളെയൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. എന്തായാലും ഇപ്പോൾ നിലവിൽ ഒരു പരിധിവരെ ഈ തീ നിയന്ത്രണ വിധേയമാണ് എന്ന് പറയാം. പക്ഷേ ഈ കടയുടെ അകത്തേക്ക് സ്വാഭാവികമായും ഇനി തീ അണയ്ക്കാൻ കയറുമ്പോൾ അത് ഒരു ആശങ്ക തന്നെയാണ്. ഈ പ്രദേശം ഈ കട എന്ന് പറയുന്നത് ഷീറ്റിട്ട് മറച്ച നിലയിലാണ് ഈ കടയുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കയറി ഇതിന്റെ പുക ഉൾപ്പെടെ അണയ്ക്കാനുള്ള ശ്രമം അത് അല്പം ദുഷ്കരമാണ് എന്ന് പറയാം. ഇതൊരു യൂസ്ഡ് ഫർണിച്ചർ വിൽക്കുന്ന കടയാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്ലാസ്റ്റിക് കസേരകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഓഫീസ് ചെയറുകൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് കസേരകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇതിനകത്തുണ്ടായിരുന്നു. ഇത് ചെറിയ കേടായ സാധനങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് വിൽക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടായത് ഈ തീപിടുത്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കാൻ കാരണമായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളിൽ തീപിടിക്കുകയും ഇത് ഉരുകി ബാക്കി സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയുമായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നഗരത്തിന് മധ്യത്തിൽ ഇത്തരത്തിൽ പുലർച്ചെയുണ്ടായ അപകടം വലിയ ആശങ്ക ഉണ്ടാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഒരു പരിധിവരെ ഫയർഫോഴ്സിന്റെ നിയന്ത്രണത്തിലാണ് തീ എന്ന് പറയാം. തീ പുറത്തുള്ള തീ ഒരു പരിധിവരെ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അകത്തേക്ക് ഈ സാധനങ്ങൾ മാറ്റി ഈ പുകയുൾപ്പെടെ ഉയരുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട് ഫോം ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം ഈ കടകൾക്കുള്ളിലേക്കൊക്കെ നടത്താറ്. ആ നിലയിലുള്ള ഇടപെടൽ തന്നെയാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നത്. എന്തായാലും നിലവിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറയാം. ഈ തീപിടുത്തം ഉണ്ടായപ്പോൾ ഏറ്റവും പ്രധാനമായും ആശങ്ക ഉയർന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമീപ പ്രദേശങ്ങളിലുള്ള ഹോട്ടലുകൾ, സാധാരണഗതിയിൽ ഗ്യാസ് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ ഈ 3 പെട്രോൾ പമ്പുകൾ അത് വലിയ രീതിയിലുള്ള ഒരു അപകട സാധ്യത ഉയർത്തിയിരുന്നു. പക്ഷേ വലിയ ഒരു ഭാഗ്യമെന്ന് തന്നെ പറയാം ഒരു പരിധിവരെ ഈ ഘട്ടത്തിൽ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരിക്കുന്നത്. വിനീത, ശരി, ഏതായാലും അലി, അവിടെ എത്തുമ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക്, ഈ വാർത്തയുടെ അപ്ഡേഷനിലേക്ക് വീണ്ടും എത്താം. 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് മനസ്സിലാക്കുന്നത്. അലി, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം ടൗൺ ഹാൾ പരിസരം എന്ന് പറയുന്നത് തിങ്ങി നിറയെ കടകളുള്ള സ്ഥലമാണ്. മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിന് സമീപം കൂടിയാണ്. അതുകൊണ്ട് തന്നെ തിരക്കുള്ള ഒരു സ്ഥലത്ത്, പുലർച്ചെയാണെങ്കിൽ പോലും തിങ്ങി നിറഞ്ഞ് കടകളുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് ഇതിൽ ആശങ്ക. തീ നിയന്ത്രണ വിധേയമായെന്ന് പറയുമ്പോൾ പോലും ഈ ഫർണിച്ചർ ആയതുകൊണ്ട്, പ്ലാസ്റ്റിക് വസ്തുക്കളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? വിനിത, തീർച്ചയായും ഈ അടുത്ത സമീപ നാളുകളിലാണ് നമ്മൾ ഈ കൊച്ചി നഗരമധ്യത്തിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ തീപിടുത്തം കാണുന്നത്. അതിൽ പ്രധാനമായും ഈ പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന, ആക്രി സാധനങ്ങൾ സൂക്ഷിക്കുന്ന കടകളിലാണ് മിക്കവാറും തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അതെല്ലാം പ്രവർത്തിക്കുന്നത് നഗരമധ്യത്തിലാണ് എന്നുള്ളതാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക ഉയർത്തിയിരുന്നത്. ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഇതിന്റെ പ്രവർത്തനാനുമതിയുമായി ബന്ധപ്പെട്ട ആശങ്കകളെല്ലാം ഉയർന്നിരുന്നു. ഇതിപ്പോൾ ഒരു യൂസ്ഡ് ഫർണിച്ചർ വിൽക്കുന്ന കടയാണ്. സ്വാഭാവികമായും എന്താണ് ഈ അപകടത്തിന് കാരണമായത് എന്ന കാര്യത്തിൽ ഈ ഘട്ടത്തിൽ ഒരു വ്യക്തതയില്ല. അതിലൊരു വ്യക്തത പരിശോധനയിൽ മാത്രമേ വരികയുള്ളൂ. നഗരമധ്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ടൗൺ ഹാൾ പരിസരം എന്ന് പറയുന്നത് നഗരത്തിന്റെ പ്രധാന ഭാഗമാണ്. വലിയ രീതിയിൽ ആളുകൾ തിങ്ങി എത്തുന്ന, അല്ലെങ്കിൽ കടകൾ, വ്യാപാര സമുച്ചയങ്ങൾ അടുത്തടുത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് വലിയ ആശങ്കയുണ്ടായിരുന്നു. ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്ക് തിരിച്ചെത്താം. ടൗൺ ഹാളിനോട് ചേർന്നുള്ള യൂസ്ഡ് ഫർണിച്ചർ കെട്ടിടത്തിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.